മൂന്നാർ ദ മിസ്റ്റി വണ്ടർ ഓഫ് കേരള. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് തെക്കേ അറ്റത്തുള്ള മൂന്നാറിലേക്കാണ്. റോഡിൻ്റെ ഇരുവശത്തും ഇടതൂർന്ന പച്ചപ്പാണ് കാഴ്ചയിൽ ഇനി അങ്ങോട്ട്. ഡ്രൈവിംഗിലാണ്. ഹായ്, എവിടെ പോന്നു? മൂന്നാർക്കാ? എന്താ പരിപാടി? ആണല്ലേ, ചായ കുടിക്കാൻ. ഉയരം തോറും കടുപ്പം കൂടുമല്ലേ ചായക്ക്? കാർ നിർത്തി അല്പം വിശ്രമത്തിനായി ഇറങ്ങിയ ഞങ്ങൾ അതിരാവിലെ കേരളത്തിൻ്റെ ദേശീയ പാനീയമായ കള്ള് ചെത്തിയെടുക്കാൻ കയറുന്ന ഈ ചേട്ടനെയാണ് കണ്ടത്. അല്പനേരം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടു നിന്നുപോയി. ചീയപ്പാറ വാട്ടർഫോൾസ്. കൊച്ചി മധുര റൂട്ടിൽ മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ പ്രധാന വിശ്രമ കേന്ദ്രമാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം. മഞ്ഞിൻ്റെ കുളിരിൽ പൊതിച്ചെടുക്കുന്ന മൂന്നാർ, തെക്കിൻ്റെ കാശ്മീർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭൂപ്രദേശം. എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് വെക്കാവുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും. പ്രകൃതി ഭംഗി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഇന്ത്യയിലെ തന്നെ എടുത്തു പറയാവുന്ന ഒരിടമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. ഒരുപാട് പ്രത്യേകതകളുണ്ട് മൂന്നാറിന്. ചുറ്റും തേയിലത്തോട്ടങ്ങളിലാണ് അതിലൊന്ന്. സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെയാണ്. പിന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയും. ഒരുപാട് സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടം സന്ദർശിക്കുന്നത്. അതിൻ്റെ തിരക്ക് റോഡിൽ നല്ലവണ്ണം വാഹനങ്ങളുടെയും അതുമൂലം ഉണ്ടാകുന്ന ബ്ലോക്കുമായി കാണാവുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മൂന്നാറിൽ. ടോപ്പ് സ്റ്റേഷൻ, എരവികുളം നാഷണൽ പാർക്ക്, കൊളുക്കുമല, കുണ്ടള ഡാം, എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി, വട്ടവട, ഇവിടേക്കെല്ലാം നമുക്ക് പോകാം ഈ യാത്രയിൽ. ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം നൽകുന്ന മനോഹരമായ ഭൂപ്രദേശം. മലനിരകളുടെ ഭംഗി ആവോളം ആസ്വദിക്കാവുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ദേവികുളം താലൂക്കിലെ മൂന്നാർ കണ്ണൻദേവൻ മലനിരകൾ പടർന്നു കിടക്കുന്നു. ഡാമുകൾ, തേയിലത്തോട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സുന്ദരമായ സ്ഥലം. 3 നദികൾ ചേരുന്ന ഇടമാണ് മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയാണ് ആ 3 നദികൾ. തേയിലത്തോട്ടങ്ങൾ നടുവിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വഴികളിലൂടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ യാത്ര. ഉയരം കൂടുന്തോറും പ്രകൃതിയുടെ ഭംഗിയും കൂടി വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചായയും. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റും കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മൂന്നാറിലെ ചായയ്ക്ക് പ്രത്യേകതയും ഉള്ളത്. കുതിരടിച്ച് പറിക്കും വെച്ചു. എന്താ പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല. മാറിക്ക, മാറി നിൽക്കുക. മൂന്നാർ ടൂറിസം കേന്ദ്രം ഫുള്ള് റോഡുകള് ശോചനീയാവസ്ഥ കണ്ടില്ലേ? നോക്കൂ, കുഴിയാണ് മൂന്നാർ. സമുദ്രനിരപ്പിൽ നിന്നും 1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. 16 മുതൽ 24 സെൽഷ്യസ് വരെയാണ്
ഇവിടുത്തെ താപനില. ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ ഇടയ്ക്കിടെ കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി കുറച്ച് നല്ല ഫോട്ടോകൾ എടുക്കാനായി. തണുത്തുറന്ന യാത്രിയുറക്കത്തിൽ നിന്നും ഉണർന്ന് അതിരാവിലത്തെ ഇളം വെയിൽ കായുകയാണ് സഞ്ചാരികൾ. തണുപ്പിനെ വകവയ്ക്കാതെ ആൾക്കാർ നടന്നു നീങ്ങുന്നത് ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് മൂന്നാറിൻ്റെ തെരുവിൻ്റെ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിച്ചു വച്ചിരുന്നു. മാട്ടുപ്പെട്ടി ഡാമാണിത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമിൽ ബോട്ടിങ്ങും മറ്റും ഇപ്പോൾ ലഭ്യമാണ്. മൂന്നാറിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം. എക്കോ പോയിന്റ്. ശബ്ദതരംഗങ്ങൾ പ്രതിധ്വനിക്കുന്ന മലനിരകളാണിതിൻ്റെ പ്രധാന പ്രത്യേകത. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദം പകരുന്ന ഇടമാണിവിടം. ഷോപ്പിങ്ങിനും ബോട്ടിങ്ങിനുമായി കൂടുതൽ നേരം സഞ്ചാരികൾ ചെലവഴിക്കുന്ന ഇടം. മൂന്നാറിൽ നിന്നും 17 കിലോമീറ്റർ ദൂരം. നല്ല വട.
പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. കമന്റ് ചെയ്യൂ. ഭയങ്കര ബ്ലോക്കാണ് guys. ഞങ്ങളിന്ന് തമ്മിൽ പറയാടേ ആ ബസ്സുകൾ തമ്മിൽ തമ്മി തല്ലിന്ന് പറഞ്ഞേ തമ്മി തല്ലിന്ന് ഉദ്ദേശം ടോപ്പ് സ്റ്റേഷൻ വളരെ മനോഹരവും മൂന്നാറിലെ ഉയരം കൂടിയതുമായ ഒരു പ്രദേശമാണിത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗം മൂന്നാറിൽ നിന്നും 35 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ടോപ്പ് സ്റ്റേഷനുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ചുറ്റുമുള്ള പർവ്വതനിരകൾക്ക് മുകളിലൂടെ പഞ്ഞിക്കെട്ട് പോലെ കോട കയറി വരുന്ന മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഹിൽ ടോപ്പിലെ വ്യൂ പോയിന്റിലേക്ക് കയറുകയാണ്. ടോപ്പ് വ്യൂ കാണാം ഇവിടുന്ന്.
തടി എനിക്ക് ഓ ഓ വലിച്ചു കിട്ടിയോ? ഗൈസ്, ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിന് പേര് വന്നിരിക്കുന്നത് 6, 5, 11 അല്ലികളുള്ളതുകൊണ്ടാണ് ഇതിന് ഓറഞ്ച് എന്ന പേര് വന്നിരിക്കുന്നത്. ഇത് മരത്തക്കാളി, ഇത് പിന്നെ ഫാഷൻ ഫ്രൂട്ട് 120. അല്ലല്ല, ഇടയ്ക്കിടയ്ക്കുള്ള ട്രാഫിക് ബ്ലോക്ക്, റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ ഒക്കെ മാറ്റി നിർത്തിയാൽ വളരെ ആസ്വാദികരമായ ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ നമ്മുടെ ഈ നീണ്ട യാത്രയ്ക്കൊടുവിൽ കണ്ണൻദേവൻ പ്ലാന്റേഷൻ ടീ ഫാക്ടറി ആൻഡ് ഔട്ട്ലെറ്റ് മുന്നിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്ക്. അതുപോലെ തന്നെ തേയിലയും അനുബന്ധ ഉൽപ്പന്നങ്ങളും വാങ്ങാം ഇവിടെ നിന്ന്. കൂടാതെ വിവിധ രുചികളുള്ള ചായ ആസ്വദിക്കുകയും ചെയ്യാം. മനസ്സും ശരീരവും കുളിപ്പിച്ച മൂന്നാറിനോട് വിട ചൊല്ലിക്കൊണ്ട് ചാനൽ 3 സഞ്ചാരം തുടരുകയായി.